എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിസിക്കൽ ജീവന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുന്നിടത്ത് പോകാം, വേണമെങ്കിൽ ഇതിങ്ങനെ എടുത്തു പോകാം, അല്ലേ? ഫിസിക്കൽ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. എന്നാൽ സ്പിരിച്വൽ ലൈഫ് ശക്തിയുള്ള സമൃദ്ധിയായിട്ടുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ ആത്മീകമായി നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ജയിക്കാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ടെന്ന്. അതായത് എല്ലാ ആത്മീക ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന, ഏത് ദുഷ്ടനോടും കരുണ കാണിക്കാൻ പറ്റുന്ന, ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന, എല്ലായിടത്തും സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് ഉണ്ടാവുക സമൃദ്ധിയാണ്. പരാതികളില്ലാതെ ആന്തരിക മനുഷ്യൻ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആവുന്ന ഒരു ലൈഫാണ് സമൃദ്ധിയായ ജീവൻ. ഇപ്പൊ ക്രിസ്തുവിന്റെ തോട്ട് പ്രോസസ്സിലേക്ക്, യേശു ക്രിസ്തുവിന്റെ ചിന്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുക. അതായത് നമ്മുടെ സ്വാഭാവിക ചിന്തകളിൽ നിന്ന് കർത്താവ് എന്ത് ചിന്തിക്കുമായിരുന്നു നമ്മുടെ ചിന്തയിലേക്ക് വളരെ പെട്ടെന്ന് ആത്മാവിൽ മൂവ് ചെയ്യാൻ പറ്റുക. അന്നേരം എന്റെ വികാരങ്ങൾ, എന്റെ ഇമോഷൻസ്, എനിക്കേറ്റ അടി, എന്റെ മുറിവുകൾ, ഇതെല്ലാം താലോലിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നതിനെയാണ് സമൃദ്ധി ഇല്ലാത്ത ജീവൻ. നമ്മൾ എത്ര പെട്ടെന്ന് ക്രിസ്തുവിന്റെ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ആവാൻ പറ്റും. ഫെയ്ത്ത്, ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കും. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്നെ അവർ എന്നാലത് പറഞ്ഞല്ലോ, മോശമായിപ്പോയി, കഷ്ടമായിപ്പോയി, എന്നോട് ഇത് വേണ്ടായിരുന്നു അത് ചിന്തിക്കുമ്പോൾ ഏത് ജീവന? നമ്മുടെ ആത്മീയ ജീവൻ ഒട്ടും ശക്തി വരുന്നില്ല. അപ്പോൾ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ ഏത് ദുർഘട സാഹചര്യങ്ങളെയും ക്രിസ്തു എന്ന പകരക്കാരനിലൂടെ നമുക്ക് ജയിക്കാൻ, നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് യേശുക്രിസ്തു ആരാണ് കാണിച്ചു കൊടുക്കാനും തക്ക വിധം ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുമ്പോഴാണ് സമൃദ്ധിയായ ജീവൻ എന്ന് വരുന്നത്. അപ്പൊ പുത്രന്റെ ജീവൻ നമ്മൾ സമൃദ്ധിയായി അനുഭവിക്കുന്നു. ഈ പുത്രന്റെ ജീവൻ സമൃദ്ധിയായി അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവനും പുത്രന്റെ ജീവനോട് മിക്സ്ഡ് ആയിട്ട് അനുഭവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ മിക്കവാറും ഇത് ക്രൂശിലൂടെയാണ്, മുറിവേൽക്കുമ്പോഴാണ്, നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്രിസ്തുവിന്റെ ജീവൻ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതായത് ഒരു ക്രൂശിലൂടെ നടക്കുമ്പോൾ ആരോടും വിരോധമില്ലാതെ നടക്കാൻ, എല്ലാവരെയും നോക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം അവരോട് തോന്നുക. പ്രതിസന്ധി അവിടെ ഉണ്ട്, പക്ഷെ പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിന് എന്ന പോലെ ശുശ്രൂഷിക്കുക, നടക്കുക, ജീവിക്കുക, ചിന്തിക്കുക എന്ന് പറയുന്ന സമൃദ്ധിയായ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പൊ ശരിക്കും ക്രൂശ് ആവശ്യമാണ്. ക്രൂശ് ദൈവം തരുന്നത് തന്നെ ആന്തരിക ജീവന്റെ ബലം വളർത്തിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിലായിരിക്കും കൂടുതൽ ആശ്രയിക്കും. ഓക്കെ, ഈ സമൃദ്ധിയായ ജീവൻ ആത്മാവ് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിനാലും കുലുങ്ങി പോകാത്തവരും മടുത്തു പോകാത്തവരും. ചില സമയത്തൊക്കെ നമ്മൾ വളരെ ബലഹീനരായി കാണപ്പെടും. ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു, ഇതിൽ നിന്ന് റിട്ടയർമെന്റ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ അങ്ങനെ ഒരു ഭാരമുണ്ട്. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും, ഓടാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്റെ സഹ എൽഡർമാരോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് റിട്ടയർ ചെയ്യിപ്പിക്കാൻ. എന്തേലും കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഐദർ ബൈ ഡെത്ത് ഓർ റിട്ടയർമെന്റ്. ഇത് കാരണം ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ശരിക്കും, ഞാൻ ഓങ്കോളി ചെല്ലുമ്പം കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവ് ഐദർ ബൈ ഡെത്ത് ഓർ ബൈ റിട്ടയർമെന്റ് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഒരു 3-4 വിശ്വാസികളെങ്കിലും സുവിശേഷകർ ഇവിടെ ദൈവം ഉരുവാക്കുമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ഒരു ആഗ്രഹമാണ്, ദൈവത്തിന്റെയാണ് പദ്ധതി, അതെന്നാ ദൈവത്തിന് മാത്രം. അപ്പോൾ ഏത് ദുർഘട സാഹചര്യം നമ്മൾ കടന്നു പോകുമ്പോഴും, മടുത്തു പോയി അറ്റത്തിരിക്കുമ്പോഴും ആ ജീവൻ പിന്നെയുണ്ട്, സമൃദ്ധി. അത് വീണ്ടും നമ്മളെ കിൻഡിൽ ചെയ്യുന്ന, ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് നമ്മളെ കിൻഡിൽ ചെയ്യുന്ന, നമ്മളെ കത്തിക്കുന്ന, വീണ്ടും പ്രകാശിപ്പിക്കുന്ന ലൈഫ് ആത്മാവ് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ സപ്ലൈ ഒരിക്കലും ഒരു നോൺ സ്റ്റോപ്പ് സപ്ലൈ ആണ്. ജീവിതത്തിൽ എന്ത് വന്നാലും, ചുറ്റും നടന്നാലും, നമുക്ക് രോഗം വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, എല്ലാം നിന്നു എന്ന് തീരുമാനിച്ചാലും അവിടെ എല്ലാം ഈ ജീവന്റെ സമൃദ്ധി ആത്മാവിൽ നിൽക്കുന്നു. അപ്പൊ ആരോടും നമുക്ക് പിണക്കമില്ല, ലജ്ജയില്ല, വേദനയില്ല. കാരണം ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മൾ വിശ്വാസത്താൽ അനുഭവിക്കുന്നത്. നമ്മൾ മാനസികമായി ഒത്തിരി ബലഹീനത ഉള്ളവരും ടെമ്പറാമെന്റൽ ഒത്തിരി ഇഷ്യൂസ് ഉള്ളവരും, ഞാൻ ഒത്തിരി ടെമ്പറാമെന്റൽ ഇഷ്യൂസ് ഉള്ള ആളാണ്. അതായത് പെട്ടെന്ന് വികാരപരമായി പ്രതികരിക്കുന്ന ആളാണ്. പെട്ടെന്ന് എന്താ പറയുന്നത്, വളരെ പെട്ടെന്ന് ഇമോഷണലി അപ്സെറ്റ് ആകുന്ന. പക്ഷെ വി നീഡ് ടു ഗെറ്റ് ബാക്ക് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ടു ദ തോട്ട് പ്രോസസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ജീവനിലേക്കും ചിന്തകളിലേക്കും നമ്മൾ എത്രയും, ഒരു സെക്കൻഡ് അടുത്ത സെക്കൻഡിൽ വി നീഡ് ടു
മൂവ്. ആ മൂവ് ചെയ്യാനുള്ള പവറാണ് ശരിക്കും ആത്മാവ് നമുക്ക് തരുന്നത്. സമൃദ്ധിയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, സമൃദ്ധിയായി ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടുന്നു. നമുക്കതിന് കുറവുണ്ടാകുന്നില്ല. 2 പത്രോസ് വായിക്കുമ്പം ഈ ഒരു കാര്യം അവിടെ കാണിക്കുന്നുണ്ട്. 2 പത്രോസിന്റെ ലേഖനത്തെ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ജീവിക്കാൻ തക്ക സമയത്ത് എന്താണോ വേണ്ടത് അത് നമുക്ക് കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ഏത് ജീവൻ ജീവിക്കാനാ? നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ട് വ്യാഖ്യാനിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൈസ കർത്താവ് കിട്ടിയിട്ട് തരും. ആ ജീവനല്ല, അത് പുറമേയുള്ള ജീവൻ. പുറമേയുള്ള ജീവനുള്ള സമ്പത്തൊക്കെ ഈ ലോകത്താണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് എന്ത് ജീവനാന്ന് നോക്കി? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാനുള്ള ധനമാണ്. ഈ ലോകത്ത് സമൃദ്ധിയുള്ളവരും സമൃദ്ധി ഇല്ലാത്തവരും, അല്ലെ? ചില ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കും. ചില ആൾക്കാർ 1.5 ലക്ഷത്തിന്റെ ഫോൺ, ശരി നാളെ രാവിലെ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമൃദ്ധി. ശരി, നാളെ തന്നെ ഒരു വീട് വെച്ച് പണി എന്ന് പറയും. സമൃദ്ധിയുണ്ട്, ഇഷ്ടം പോലെ സമൃദ്ധിയായി. ആത്മീക സമൃദ്ധി എന്ന് പറഞ്ഞാൽ തിരിച്ചു ഈ ഭൗതികമായ സമൃദ്ധി വിട്ടിട്ട് ആത്മീകമായ സമൃദ്ധിയെ കുറിച്ച് അതെന്തായിരിക്കും? കർത്താവിന്റെ ഏത് കൽപ്പനയിലൂടെ കടന്നു പോകാൻ, കർത്താവ് അനുവദിക്കുന്ന ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ മാത്രം അകത്ത് ധനമുണ്ട്. തക്ക സമയത്ത് ആ ധനം വന്നുകൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ദോസ് സ്പിരിച്വൽ റിച്ചസ്. ഇവിടെ പറയുന്നത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവരുടെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് അത്രയും വലിയ റിസോഴ്സ് ഉണ്ട്. ഏത് പ്രതിസന്ധിയെ ജയിക്കാനുള്ള റിസോഴ്സസ് നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. ബൈ ഫെയ്ത്ത് വി ലിവ് ഹിസ് ലൈഫ്. അവന്റെ ജീവൻ നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഇത് സമൃദ്ധിയായി നമ്മളുടെ മുറിവുകളിലെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷകർക്ക് ഈ പലവിധ കഠിനതകളിലൂടെ കടന്നുപോയി, ക്രൂശിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പൗലോസ് കടന്നുപോയതുപോലെ ഈ ജീവൻ വെളിയിലേക്ക് വരുത്താൻ ദൈവത്തിന് ഒരു ലോങ് ഡ്രോൺ ഔട്ട് പ്ലാൻ ഉണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാനകത്ത് നിങ്ങൾ വന്നിരിക്കും. We will suffer, we will endure pain, but the life of Christ will be manifest. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളുടെ വെളിയിൽ വരുന്നവരെ, ഈ പൗലോസ് പ്രസവവേദനപ്പെടുന്നു പറയുന്ന പോലെ ആ ഒരു പെയിൻ, ആ ഒരു വേദന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.